ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എനിക്ക് സാറ്റർഡേ ആണ് ഓഫ് കേട്ടോ. ഫ്രൈഡേ ഒരു 2 മണി വരെ ഡ്യൂട്ടിയാണ്, ഒരു സ്പ്ലിറ്റ് ഡ്യൂട്ടിയാണ് ഫ്രൈഡേ വരുന്നത്. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇക്കോ എന്നെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫാർമസിയൊക്കെ ക്ലോസ് ചെയ്തിട്ട് അതുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 2 മണിക്ക് ഡ്യൂട്ടി കഴിയുന്നത് കൊണ്ട് തന്നെ നാളെ രാവിലെ എഴുന്നേൽക്കാൻ എന്തായാലും കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഒരു ഓഫ് കിട്ടിയാൽ പോലും അത് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. ഒരു കാര്യം ചെയ്യാനൊരു സമയം കിട്ടാത്തൊരു ദിവസമായിരിക്കും. അങ്ങനെ വീട്ടിൽ വന്ന് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാങ്ങയൊക്കെ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് കേട്ടോ. പിന്നെ അടുത്ത ദിവസം രാവിലെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കരിവേപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഫ്ലാറ്റിലോട്ട് മാറിയതിൽ പിന്നെ അത് നന്നായിട്ട് ഉണങ്ങി പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഫ്ലാറ്റിന് തന്നെ താഴെ അതുകൊണ്ട് ഇങ്ങനെ കറ്റാർ വാഴയൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ഈ കരിവേപ്പും കൂടി കൊണ്ട് അവിടെ വെക്കാമെന്ന് കരുതി. ഇനി തണുപ്പൊക്കെ അല്ലേ, അവിടെ നിന്ന് വളരുകയാണെങ്കിൽ വളർന്നോട്ടെ എന്ന് കരുതി. പിന്നെ ഇൻഷാല്ലാ നമ്മൾ നാട്ടിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അവിടെ വെച്ചാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് നമ്മൾ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മോർണിംഗ് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമെന്ന് കരുതി. കാരണം നമ്മൾ എഴുന്നേറ്റപ്പോഴേ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2 മണിക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ എന്തായാലും 3-4 മണിയാവും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കി വരാനൊന്നും സമയമില്ല. പിന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോഴേ എനിക്കിപ്പോൾ നല്ല വിശപ്പും കൂടാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് മിക്കപ്പോഴും രാവിലെ ചിലപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങലായിരിക്കും സാധാരണ കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എന്ത് കറി ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതുകൊണ്ട് കറിയായിട്ട് ഇക്ക വരുന്നത്. ഇന്നിക്കുവിൻ്റെ ഒരു ഫ്രണ്ട് സൈനുക്ക ക്രിക്കറ്റ് കളിക്കാൻ എപ്പോഴും ഇവർ പോകാറുണ്ട്. അപ്പോൾ ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കറി കിട്ടിയിട്ടുണ്ട്. നല്ല മീൻ കറിയായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് കറി ഉണ്ടാക്കേണ്ടിയൊന്നും വന്നില്ല. പിന്നെ എന്തെങ്കിലും അവിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വാങ്ങിയത് പൂരിയാണ് കേട്ടോ. പൂരിയും കിഴങ്ങ് കറിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യലാണ്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂം കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ആഴ്ചയിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓഫുള്ള ദിവസമാണ് റൂമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിയുമ്പം തന്നെ ഒരു നേരമാവും. പിന്നെ കുറച്ച് നേരം കിടക്കും. പിന്നെ മെയിൻലി നമ്മൾ ആക്റ്റീവ് ആവുന്ന സത്യം പറഞ്ഞാൽ ഈവനിങ്ങിലാണ് കേട്ടോ. ഈവനിങ് ഒന്ന് പുറത്തൊക്കെ പോയി അങ്ങനെയാണ് മെയിൻലി ഇവിടെ എനിക്ക് തോന്നുന്നത്. നൈറ്റിലാണ് കുറച്ച് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ആക്റ്റീവായിട്ട് കാണുന്നത് രാവിലത്തേനേക്കാളും. ഞങ്ങൾക്ക് എപ്പോഴും ഡ്യൂട്ടി ഇങ്ങനെ 5 മണിക്ക് ആയതുകൊണ്ട് തന്നെ 5 മണിയൊക്കെ ആകുമ്പോൾ അതുവരെ നമ്മൾ ഭയങ്കര ഉറക്കമോ അങ്ങനത്തെ ക്ഷീണമൊക്കെ ആയിരിക്കും. 5 മണിക്കുള്ള ആ ഒരു റുട്ടീനാണ് ഇപ്പം വരുന്നത് കേട്ടോ. 5 to 2 മിക്കപ്പോഴും ഞങ്ങൾ 2 പേരുടെയും ഡ്യൂട്ടി ഈവനിങ് ആണ് ഡ്യൂട്ടി വരുന്നത്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഈവനിങ് ഒരു നൈറ്റൊക്കെ ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പുറത്തോട്ട് പോയി കുറേ ദിവസമായിരുന്നു ഈ ഒരു ഡേ ടു ഡേ കയറിയിട്ട്. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് ഇന്ന് ഡേ ടു ഡേയിലൊന്ന് പോകാമെന്ന്. അപ്പോൾ ഡേ ടു ഡേ കൊണ്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കുന്നൊക്കെ ഉണ്ട്. അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വീട്ടിലിടാനും അങ്ങനത്തെയൊക്കെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല കുറച്ച് കുറയുണ്ട്. ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ 1 to 10 ദിറംസിലാണ് വരുന്നത്. ചിലതിനൊക്കെ 20 ദിറംസ് ആ ഒരു റേഞ്ചൊക്കെ വരും. എന്നാലും മിക്ക ഐറ്റംസും 1 to 10 ദിറംസിനുള്ളിലാണ് വരുന്നത് കേട്ടോ. അപ്പം ഇവിടെ നല്ല ഒരു മിററൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയപ്പോൾ അത് വെച്ച് കുറേ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് R&Bയിലേക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ച് പോയതായിട്ട്. മെയിൻലി എനിക്കൊരു ലിപ്സ്റ്റിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ലിപ്സ്റ്റിക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി ജസ്റ്റ് ഒന്ന് കണ്ടു എന്നിട്ട് ഇറങ്ങി. അല്ലാതെ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ഇക്കുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജുബൈർക്കാരുടെ റൂമിലൂടെ ഒന്ന് പോയിട്ട് ആക്ച്വലി അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ അടുത്ത മാസം നാട്ടിലോട്ട് പോകാനായിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പത്തിരിയും അതുപോലെ അരിപ്പത്തിരിയും ഉണ്ടായിരുന്നു, പത്തലുണ്ടായിരുന്നു, ഒക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, വയറൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ.
പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ലൂഡോ കളിക്കലായി. എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇത് കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫോണിൽ കളിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് കളിക്കാൻ നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ ട്രിപ്പ് കളിച്ചു. ഒരു 3-4 വട്ടം കളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ജയിക്കുമ്പോൾ അടുത്തൊക്കെ കളിക്കണം അങ്ങനെ വെച്ചിട്ട് നമ്മളെല്ലാവരും കുറേ പ്രാവശ്യം കളിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് വരികയാണ്. ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. നല്ലൊരു ദിവസമായിരുന്നു അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.